മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി, മസ്താനി, അക്ബർ മൂന്നുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മസ്താനി അക്ബറിനോട് ചോദിക്കുന്നത്, എന്തിനാണ് വെറുതെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത്? ഇന്ന് നമ്മുടെ അക്ബർ അനുമോളെ പാട്ടൊക്കെ പാടി പുറകെ നടന്നിരുന്നു. നമ്മളത് ഉച്ചയ്ക്കത്തെ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടിയാണെങ്കിലും അവളുടെ പുറകെ നടക്കുമ്പോൾ, അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണെങ്കിലും അവളുടെ പുറകെ നടക്കുമ്പോൾ അത് വീണ്ടും ഒരു ബുള്ളിങ് ആവുകയാണ്. എന്തിനാണ് വെറുതെ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതെന്ന്. അതിന് അക്ബർ പറഞ്ഞത്, ഇന്ന് ഞാൻ അവളുടെ പുറകെ നടന്നത് വേറൊന്നുമല്ല, ബിഗ് ബോസ് അവൾക്ക് കൊടുത്ത ടാസ്ക്കാണ് ഇന്ന് സംസാരിക്കാൻ പാടില്ല, ആംഗ്യ ഭാഷയെ ഉപയോഗിക്കാൻ പാടൂ എന്ന്. എന്നാൽ അതിലൂടെ നമുക്കും ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, അവളെയും കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കണമെന്ന്. അത് നമുക്കുള്ള ടാസ്ക്കാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ അവളെ ഞാൻ ടാർഗറ്റ് ചെയ്തതോ ട്രിഗർ ചെയ്യാൻ പോയതോ ബുള്ളിങ് ചെയ്യാൻ പോയതോ ഒന്നുമല്ല. ബിഗ് ബോസ് നമുക്കൊരു ടാസ്ക് തന്നു, ഞാൻ ആ ടാസ്ക് ചെയ്തു. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ അനുമോളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അല്ല, ഷാനവാസ് പറയുന്നത് ഞാൻ ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. ഞാനിവിടെ മിക്കവരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ണിൽ കാണുമ്പോൾ ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ അപ്പാനിയായിട്ട് മാത്രമാണ് ഫൈറ്റ് ഉണ്ടാക്കാത്തത്. ബാക്കി എല്ലാവരുമായിട്ട് ചെറുതും വലുതായിട്ട് പലതരം വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ അനുമോൾ മാത്രമായിട്ടല്ല. അപ്പോൾ മസ്താനി ചോദിക്കുന്നത്, അനുമോൾ ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിന് അക്ബർ പറയുന്നത്, 100 150% അവൾ ഫേക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. അവളൊരു നല്ല ആക്ടറാണ്, അതുകൊണ്ട് തന്നെ ഗ്ലിസറിനില്ലാതെ അവൾക്ക് പലതവണയും കരയാൻ സാധിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മസ്താനി ചോദിക്കുന്നു, കരയുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഫേക്ക് ആവില്ലല്ലോ. അതിന് അക്ബർ പറയുന്നത്, കരയുന്നത് കൊണ്ട് മാത്രമല്ല അവൾ ഫേക്കാണെന്ന് പറഞ്ഞത്, ഈ സീസൺ അനുസരിച്ച് ഫ്രണ്ട്ഷിപ്പ് മാറ്റുന്നതും അവളുടെ ഒരു ഡ്രാമ ആയതുകൊണ്ട് തന്നെയല്ലേ. ആദ്യമൊക്കെ നമ്മുടെ ആര്യനായിട്ടായിരുന്നു, പിന്നെ ശൈത്യമായി കമ്പനി, അതിനുശേഷം ആദില നൂറയോടായി, അതിനുശേഷം ഇപ്പോൾ വൈൽഡ് കാർഡായി വന്ന ജിഷിനോടും മസ്താനിയോടും തന്നെയാണ് അവൾ ഫ്രണ്ട്ഷിപ്പ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വിട്ട് അവൾ അടുത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകും. ഇന്ന് രാവിലെ നമ്മുടെ മസ്താനിയും പ്രവീണും ഇരുന്ന് അനുമോളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. മസ്താനിയും പറയുന്നത്, അനുമോള് ഫേക്കാണ്, അനുമോള് ഡ്രാമ കളിക്കുകയാണ്, വിക്ടിം കാർഡ് കളിക്കുകയാണ്. പക്ഷേ അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അവൾ സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് ഇങ്ങനെ കോർണർ ചെയ്യപ്പെടുന്നതും ഒറ്റപ്പെട സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതുമെല്ലാം. എന്നാൽ അത് ഇവിടെയുള്ള പലർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് മസ്താനി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്ബറിനോട് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതും, എന്തിനാണ് വെറുതെ അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നതെന്ന്. അതിന് വ്യക്തമായ ഉത്തരം നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ഇന്ന് ടാസ്ക് ആയതുകൊണ്ടാണ്, അല്ലാത്ത സമയത്ത് ഞാൻ അവളുടെ അടുത്ത് മിണ്ടാൻ പോകാറില്ല. അവളാണ് ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നതും ഓരോന്ന് ഒപ്പിക്കുന്നതും. അവളായിട്ട് തന്നെ അവൾക്ക് വേണ്ട സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന്. ഇതേ സെയിം സംശയം നമ്മുടെ നൂറയ്ക്കും ആദിലയ്ക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നൂറയും ഇന്നലെ നമ്മുടെ ആദിലോട് പറയുന്നുണ്ട്, അവൾ ഡ്രാമയാണ്, അതായത് അനുമോൾ ഡ്രാമയാണ്, അവൾക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് നമ്മളെ യൂസ് ചെയ്തതെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് പലതവണയും അനുമോൾ ആദിലയോടും നൂറയോടും സംസാരിക്കാൻ വരുമ്പോൾ അവർ നല്ല കറക്റ്റ് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അവർ സമ്മതിക്കുന്നേയില്ല. അനുമോൾ എന്തെങ്കിലും സെൻറ്റി അടിക്കാനോ വിക്ടിം കാർഡ് എടുക്കാനോ വന്നാൽ അതിന് മുകളിലായിട്ട് എന്തെങ്കിലും മറുപടി കൊടുത്ത് അവളെ അടിച്ചിരുത്തിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഇന്ന് ആ ഒരു കളി നടന്നിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അനുമോള് വന്ന് നമ്മുടെ ആദിലയുടെയും നൂറയുടെയും അടുത്തിരുന്ന് പറയുന്നത്, കിച്ചൺ നോക്കിക്കേ എന്ത് സൈലൻ്റ് ആണ് എന്ന്. ഉടനെ തന്നെ ആദില ചോദിക്കുന്നത്, പിന്നെന്താണ്, ഒച്ചയും ബഹളവും ഉണ്ടാക്കണോ, വഴക്കുണ്ടാക്കണോ? അപ്പോൾ അനുമോൾ തിരിച്ചു പറയും, അങ്ങനെയല്ല, വഴക്കൊന്നും ഉണ്ടാക്കണമെന്നല്ല, എന്തെങ്കിലും തമാശയെങ്കിലും പറഞ്ഞുകൂടെ എന്ന്. പക്ഷേ പണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതുപോലെ തന്നെ അനുമോൾ പലരോടും വന്നിങ്ങനെ പറയും, കിച്ചൺ ഒന്ന് നോക്കിക്കേ, എന്താണ് അവസ്ഥ, ഞാൻ കിച്ചണിലുള്ളപ്പോൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഞാൻ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വയറ് നിറച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു വിക്ടിം കാർഡ് ഇറക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആദില അതിന് സമ്മതിച്ചില്ല. ഇപ്പോൾ വൈൽഡ് കാർഡുകളും നമ്മുടെ അനുമോൾക്ക് എതിരാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ജിഷനും ഇപ്പോൾ പല കാര്യങ്ങൾക്കും അനുമോളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.